വീണ്ടും വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര, RCC ക്യാമ്പസ് എന്നിവിടങ്ങളിൽ രോഗികളെ ബുദ്ധിമുട്ടിച്ച മൈക്ക് അനൗൺസ്മെന്റ്. തുടർച്ചയായ മൈക്ക് അനൗൺസ്മെന്റിനെതിരെ രോഗികൾ പരാതിയുമായി രംഗത്തെത്തി. കേരള NGO യൂണിയന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആണ് ആശുപത്രികളിലും മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയാണ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള NGO യൂണിയന്റെ നവീകരിച്ച ആസ്ഥാന മന്ദിരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ PMG ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്യുന്നു. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട ആവശ്യകത ജീവനക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് ഒരു മൈക്ക് സെറ്റ് കെട്ടിച്ച വണ്ടി പ്രചരണത്തിന് കയറുകയും ഈ നിരോധിത മേഖലയായിട്ട് കോടതിയുടെ പലതവണ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കോളേജ്, സ്കൂള്, അതുപോലെ മെയിൻ ഹോസ്പിറ്റലിൽ കയറാൻ പാടുന്നു. ആ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു യൂണിയന്റെ പരിപാടിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാഹനം ഈ ക്യാമ്പസിനകത്ത് കയറി SIT, RCC, മെഡിക്കൽ കോളേജ് മുഴുവൻ സ്ഥലങ്ങളിലും ഈ വാഹനം പ്രചരണം നടത്തി. ഇത് ശക്തമായ നിയമത്തിന്റെ ലംഘനമാണ്. ഇതിനൊക്കെ കർശനമായ നടപടി ഉണ്ടാകണമെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് പറയാനുള്ളത്. MG പ്രതീഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. പ്രതീഷ്, ഈ വിഷയത്തിൽ ഇതിപ്പോൾ രോഗികളാണ് അപ്പുറത്ത് കിടക്കുന്നതെന്ന് പോലും ശ്രദ്ധിക്കാതെയുള്ള ഒരു മൈക്ക് അനൗൺസ്മെന്റ് ആണ്. ഇപ്പോൾ ആ പ്രതികരണത്തിൽ പറഞ്ഞ പോലെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയമം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലും ശ്രദ്ധിക്കാതെയുള്ള ഒരു നീക്കമായിരുന്നു അവിടെ നടന്നത്. ഒരു പരാതിയുമായിട്ട് രോഗികൾ രംഗത്തെത്തിയിട്ടുണ്ടല്ലേ? ശ്രുതി, തീർച്ചയായും. കാരണം പ്രതിദിനം ആയിരക്കണക്കിന് രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന മെഡിക്കൽ കോളേജ് ക്യാമ്പസാണ്. അതിനേക്കാൾ എത്രയോ ഇരട്ടി രോഗികൾ ചികിത്സയിൽ കഴിയുന്ന ഒരിടമാണ്. മെഡിക്കൽ കോളേജിന് പുറമെ RCC, ശ്രീചിത്ര, SIT ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളുള്ള ക്യാമ്പസിലാണ് വലിയ തരത്തിൽ ശബ്ദമലിനീകരണം നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ തുടർച്ചയായി ഇത്തരത്തിൽ ജീപ്പിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തുകയായിരുന്നു. മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യാനിരിക്കും ഈ NGO യൂണിയൻ ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെട്ടാണ് മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയത്. ഉച്ചത്തിൽ പാട്ട് വച്ചും ഒപ്പം സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടുമായിരുന്നു ഈ മൈക്ക് അനൗൺസ്മെന്റ്. ഇതിന് പിന്നാലെയാണ് രോഗികൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഈ ഗുരുതരമായ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗികളുണ്ട്. തൊട്ട് സമീപത്ത് RCCയിൽ ഗുരുതരമായ ചികിത്സയിൽ കഴിയുന്ന രോഗികളുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ രോഗികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. വാഹനങ്ങൾ പോലും അവിടെ ഹോൺ മുഴക്കരുതെന്ന് കൃത്യമായി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച ഒരിടത്താണ് നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് അന്വേഷിക്കാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശ്രുതി. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.